KPCC യോഗത്തിൽ VM സുധീരനെതിരെ രൂക്ഷ വിമർശനം. തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് സുധീരൻ സ്ഥാനമൊഴിയണമെന്ന് കെ ബാബു. ആദർശം പറഞ്ഞുകൊണ്ടിരുന്നാൽ പാർട്ടി ഉണ്ടാകില്ലെന്നും മദ്യനയം പ്രായോഗികമല്ലെന്ന് അറിഞ്ഞുകൊണ്ടാണ് നടപ്പാക്കിയതെന്നും കെ ബാബു പറഞ്ഞു. ഇതിന്റെ കൂടുതൽ വിവരങ്ങളുമായി സജേഷ് ചേർന്നു. സജേഷ്, ഇതിനെതിരെ സുധീരന്റെ പ്രതിരോധം എങ്ങനെയാണ്? മറിയ, സുധീരൻ ഇതുവരെ KPCC എക്സിക്യൂട്ടീവിൽ സംസാരിച്ചിട്ടില്ല. ചർച്ചകൾക്ക് ശേഷമുള്ള മറുപടിയിലായിരിക്കും സുധീരന്റെ പ്രസംഗം ഉണ്ടാകുക. ഇന്ന് സംസാരിച്ച എ ഗ്രൂപ്പ് നേതാക്കൾ എല്ലാവരും എ ഗ്രൂപ്പിന്റെ ഒരു പൊതുവികാരം VM സുധീരൻ മാറുകയാണെന്ന ഇത് പരോക്ഷമായി തന്നെ ഉന്നയിച്ചു. കെ ബാബു ഇക്കാര്യം തെളിച്ചു പറയുകയും ചെയ്തു. ഉമ്മൻചാണ്ടി പ്രതിപക്ഷ സ്ഥാനത്തേക്ക് എത്തിയില്ല, ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മാറി നിൽക്കുകയായിരുന്നു. പാർട്ടിക്കും പരാജയത്തിന് ഉത്തരവാദിത്തമുണ്ട്. അത് സുധീരനെ തന്നെ ഉദ്ദേശിച്ചായിരുന്നു ബാബു അക്കാര്യം പറഞ്ഞത്. അതോടൊപ്പം തന്നെ മദ്യനയത്തിന്റെ കാര്യത്തിലും കെ ബാബു ചില കുമ്പസാരങ്ങൾ നടത്തി. മദ്യനയം തെറ്റായിപ്പോയി, മദ്യനയം പ്രായോഗികമല്ലെന്ന് അറിഞ്ഞുകൊണ്ടാണ് നടപ്പാക്കിയത്. മദ്യലോബിയുടെ ആളെന്ന നിലയിൽ തന്നെ മുൾമുനയിൽ നിർത്തിയാണ് ആ നയം നടപ്പിലാക്കിയെടുത്തത്. മദ്യനയം തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണമായതായും കെ ബാബു KPCC എക്സിക്യൂട്ടീവിൽ പറഞ്ഞു. അതിനുശേഷം സംസാരിച്ച ശിവദാസൻ നായരും സമാനമായ രീതിയിലാണ് സംസാരിച്ചത്. അടിയന്തരമായ പുനഃസംഘടന പാർട്ടിയിൽ നടക്കണം. VM സുധീരൻ ഉൾപ്പെടെ ഉള്ള KPCC എക്സിക്യൂട്ടീവിനെ പുനഃസംഘടന അടിയന്തരമായി നടക്കണം. മദ്യനയത്തിന്റെ കാര്യത്തിലാണ് എല്ലാ പ്രശ്നങ്ങൾക്കും തുടക്കമെന്നും ശിവദാസൻ നായർ പറഞ്ഞു. അതിനുശേഷം ഇപ്പോൾ തോറ്റ MLA മാർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷമായിരിക്കും VM സുധീരനും AK ആന്റണിയും ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ഉൾപ്പെടെയുള്ളവരുടെ മറുപടി. 4 നേതാക്കൾക്കുമെതിരെ വലിയ വിമർശനം ഇന്നലെയും ഇന്നുമായി യോഗത്തിൽ ഉയർന്നിരുന്നു. മറിയ, MR സജേഷാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. ഹരിപ്പാട് മെഡിക്കൽ കോളേജിന് വേണ്ടി നിയമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ലെന്ന് രമേശ് ചെന്നിത്തല. സ്വകാര്യ പങ്കാളിത്തത്തോടെ മെഡിക്കൽ കോളേജ് ആരംഭിക്കുന്നതിൽ തെറ്റില്ലെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ഐസക്കിന്റെയും ശൈലജ ടീച്ചറിന്റെയും പ്രസ്താവന കാര്യങ്ങൾ പഠിക്കാതെയാണെന്നും ചെന്നിത്തല പറഞ്ഞു. വികസനത്തിന് വേണ്ടി പരിസ്ഥിതിയെയും പരിസ്ഥിതിക്ക് വേണ്ടി വികസനത്തെ മുരടിപ്പിക്കില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തിൽ ഖനനം പൊതുമേഖലയാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പരിസ്ഥിതി ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ആതിരപ്പള്ളി പദ്ധതിയിൽ മുഖ്യമന്ത്രിയുടെ നിലപാടിനോട് യോജിക്കുന്നതായും ചടങ്ങിൽ പങ്കെടുത്ത് കെ മുരളീധരൻ MLA പറഞ്ഞു. തിരുവനന്തപുരത്ത് ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സർക്കാരിന്റെ പരിസ്ഥിതി നയം വ്യക്തമാക്കിയത്. നമ്മുടെ നാട്ടിൽ വികസനത്തിനു വേണ്ടി പരിസ്ഥിതിയുടെ കഥ കഴിക്കുന്ന അവസ്ഥയുണ്ടാകരുത്. പരിസ്ഥിതിക്ക് വേണ്ടി വികസനം തടയുന്ന നില ഇല്ലാതിരിക്കാനും ശ്രദ്ധിക്കണം. ഇത്തരത്തിലുള്ള ഒരു സന്തുലിത സമീപനമാണ് നാം നിലനിർത്തേണ്ടത്. എങ്കിലേ പുതിയ കാലത്തിനൊത്ത് നമുക്ക് സഞ്ചരിക്കാനാവും. പൊതു ഉടമസ്ഥതയിൽ മാത്രമേ ഖനനം അനുവദിക്കുകയുള്ളെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഖനനം പൊതു ഉടമസ്ഥതയിലാകണമെന്ന കാഴ്ചപ്പാടിൽ തന്നെയാണ് LDF ഗവൺമെന്റ് ഉറച്ചു നിൽക്കുന്നത്. വന്യജീവികളുടെ സംരക്ഷണത്തിനൊപ്പം അവരിൽ നിന്നും മനുഷ്യരെ സംരക്ഷിക്കുന്നതിനും തുല്യ പ്രാധാന്യം നൽകുമെന്നും പിണറായി പറഞ്ഞു. അന്ധവും തീവ്രവും അശാസ്ത്രീയവുമായ പരിസ്ഥിതി മൗലികവാദ നിലപാടുകൾ നിയന്ത്രിക്കണമെന്നും പരിസ്ഥിതി വിഷയങ്ങളിൽ നിയമം കർശനമാക്കണമെന്നും പിണറായി വിജയൻ നേരത്തെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കിയിരുന്നു. അതേസമയം അതിരപ്പള്ളി പദ്ധതിയിൽ മുഖ്യമന്ത്രിക്ക് പിന്തുണയുമായി ചടങ്ങിൽ കെ മുരളീധരൻ MLA രംഗത്തെത്തി. അതിരപ്പള്ളിയുടെ കാര്യത്തിൽ ഞാൻ മുഖ്യമന്ത്രി എടുത്ത നിലപാടിനെ സ്വാഗതം ചെയ്യുന്നതാണ്. ഞാനും കുറച്ചു കാലം ഈ വകുപ്പ് കൈകാര്യം ചെയ്ത ഒരാളാണ്. അതുകൊണ്ട് എനിക്കറിയാം, ആവശ്യത്തിന് പകുതി മാത്രം ഉൽപ്പാദിപ്പിക്കുകയും കൂടുതൽ വില കൊടുത്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വാങ്ങിക്കൊണ്ട് നമുക്കിനി മുന്നോട്ട് പോകാൻ സാധ്യമല്ല. പരിസ്ഥിതി സംരക്ഷണമെന്നാൽ വികസനം തടയലല്ലെന്നും കെ മുരളീധരൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സർക്കാരിന്റേത് നല്ല തുടക്കമെന്ന് MP വീരേന്ദ്രകുമാർ. ആതിരപ്പള്ളിയിലും മുല്ലപ്പെരിയാറിലും എക്കാലത്തും ഒരേ നിലപാടുണ്ടാകണമെന്നില്ലെന്നും വീരേന്ദ്രകുമാർ കോഴിക്കോട് പറഞ്ഞു. തുടങ്ങിയിട്ടേ ഉള്ളൂ. തുടങ്ങുന്ന അന്ന് തന്നെ വിലയിരുത്തലൊക്കെ പൂർത്തിയാവും. നല്ല തുടക്കാമെന്നാണ് ഞാൻ പറഞ്ഞത്. ഇനിയിപ്പോൾ അസംബ്ലി ഡിസ്കഷൻ വന്നിട്ടില്ല. ഇനി അതിരപ്പള്ളിയാണ്, അല്ലെങ്കിൽ ഏതാണ് മറ്റേ മുല്ലപ്പെരിയാർ പ്രിപ്പയർ ഫോർ ഡിസ്കഷൻ. രാഷ്ട്രീയത്തിൽ ഇന്നും പഴയ നിലപാടല്ല, നിലപാടുകൾ മാറിക്കൊണ്ടിരിക്കും. ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി CPIM-ന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നു. തിരുവനന്തപുരം പാങ്ങോട് മാർക്കറ്റിൽ നടന്ന ശുചീകരണ പ്രവർത്തനങ്ങളിൽ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പങ്കെടുത്തു.
കേരളത്തെ മാലിന്യമുക്തമാക്കാനും അതുവഴി മഴക്കാല രോഗങ്ങളിൽ നിന്ന് രക്ഷ നേടുന്നതിനും മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താൻ CPIM ആഹ്വാനം നൽകിയിരുന്നു. ഇതിന്റെ ഭാഗമായി സംസ്ഥാനത്തെമ്പാടും CPIMന്റെയും വർഗബഹുജന സംഘടനകളുടെയും നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നു. പരിസ്ഥിതി സംരക്ഷിച്ചുകൊണ്ടുള്ള വികസനമാണ് ഇടതുപക്ഷ ഗവൺമെന്റ് കേരളത്തിൽ നടപ്പാക്കാൻ പോകുന്നത്. പരിസ്ഥിതിക്ക് ദോഷകരമായ ഒരു പ്രവർത്തനത്തിലും ആരും ഏർപ്പെടാൻ പാടില്ല എന്നുള്ളതാണ് CPIMന്റെ സമീപനം. അതിൻ്റെ അടിസ്ഥാനമായിട്ടായിരിക്കും ഓരോ പദ്ധതികൾക്കും ഗവൺമെന്റ് രൂപം നൽകാൻ പോകുന്നത്. പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി ആയിരക്കണക്കിന് വൃക്ഷത്തൈകളും നട്ടു. തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലും സംസ്ഥാന വ്യാപകമായി ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നു. മന്ത്രിമാർ, MLAമാർ, പാർട്ടി നേതാക്കൾ തുടങ്ങിയവർ വിവിധ കേന്ദ്രങ്ങളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി DYFIയുടെ നേതൃത്വത്തിൽ ഈ മാസം 10 വരെ സംസ്ഥാന വ്യാപകമായി വൃക്ഷത്തൈകൾ നടും. വൃക്ഷത്തൈ നടീലിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് പൊട്ടക്കുഴിയിലെ AKG പാർക്കിൽ വൈദ്യുതി മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ നിർവഹിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ജിഷ വധക്കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി DGP ലോക്നാഥ് ബെഹ്റ പെരുമ്പാവൂരിലെ കൊലപാതകം നടന്ന വീട് സന്ദർശിച്ചു. ജിഷയുടെ അമ്മ രാജേശ്വരിയെ കണ്ട് DGP കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. അന്വേഷണം മാജിക് അല്ലെന്ന് പറഞ്ഞ DGP പ്രതിയെ പിടികൂടുക തന്നെ ചെയ്യുമെന്ന് വ്യക്തമാക്കി. പെരുമ്പാവൂർ സന്ദർശനത്തിന് ശേഷം ആലുവ പോലീസ് ക്ലബ്ബിലെത്തിയ DGP അന്വേഷണ സംഘവുമായി ചർച്ച നടത്തി. രാവിലെ 8 മണിയോടെയാണ് DGP ലോക്നാഥ് ബെഹ്റ പെരുമ്പാവൂരിൽ ജിഷയുടെ കൊലപാതകം നടന്ന വീട്ടിലെത്തിയത്. വീടിനകത്തും പരിസര പ്രദേശങ്ങളിലും DGP വിശദ പരിശോധന നടത്തി. അന്വേഷണം മാജിക് അല്ലെന്ന് DGP പറഞ്ഞു. ചില കേസ് 24 മണിക്കൂറിനുള്ളിൽ തെളിയിക്കാൻ കഴിയുമെങ്കിൽ മറ്റു ചിലത് 1 വർഷമെടുത്തേക്കും. പ്രതിയെ പിടികൂടുക തന്നെ ചെയ്യുമെന്നും DGP മാധ്യമങ്ങളോട് പറഞ്ഞു. കേസ് ഡിറ്റക്ട് ആയ ശേഷം മാത്രം അതൊന്നും എന്താ ക്രൂഷ്യൽ ഇമ്പോർട്ടൻ്റ് അങ്ങ് പറയാം. ഇൻവെസ്റ്റിഗേഷൻ ഇപ്പോൾ നടക്കുന്നുണ്ടോ? ഞങ്ങൾ പ്ലീസ് ഞങ്ങൾ ഇത് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് വളരെ ഒരു ഫോക്കസ്ഡ് രീതിയിൽ ഞങ്ങൾ നോക്കാം. സോ അതാണ് അതുകൊണ്ട് ഞാൻ നേരത്തെ കണ്ടിട്ടില്ലായിരുന്നു. സോ ഞാൻ വന്നു. സി മാഡം, വൺ തിങ് ഈസ് ദാറ്റ് ഇൻവെസ്റ്റിഗേഷൻ ഈസ് നോട്ട് മാജിക്. അപ്പോൾ നമുക്ക് ഇൻവെസ്റ്റിഗേഷൻ ഒരു സാങ്കേതിക ഒരു സയൻറ്റിഫിക് രീതിയിൽ കൊണ്ടുപോകണം. സോ എൻ്റെ എക്സ്പീരിയൻസ് പ്രകാരം ഒരു കേസിന് നമ്മുടെ 24 hours ഡിറ്റക്ട് ചെയ്യാം. ഒരു കേസിന് 1 വർഷം പോലെ പിടിക്കും. പക്ഷേ ഞങ്ങൾ പിന്നെ ഈ കേസ് പെട്ടെന്ന് തെളിയിക്കാം. പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിയിലെത്തി DGP ജിഷയുടെ അമ്മ രാജേശ്വരിയെ കണ്ട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. തുടർന്ന് DGP കുറുപ്പമ്പടി പോലീസ് സ്റ്റേഷനിൽ ചെന്ന ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചു. പിന്നീട് ആലുവ പോലീസ് ക്ലബ്ബിലെത്തിയ DGP ADGP B സന്ധ്യയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘവുമായി ചർച്ച നടത്തി. കേസിന് മേൽനോട്ടം വഹിക്കുന്നതിന്റെ ഭാഗമായി ഇന്നലെയാണ് DGP ലോക്നാഥ് ബെഹ്റ കൊച്ചിയിലെത്തിയത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ രൂക്ഷമായി വിമർശിച്ച് മുസ്ലിം ലീഗ്. ലീഗ് മുഖപത്രത്തിൽ ജനറൽ സെക്രട്ടറി KPM മജീദാണ് ലേഖനം എഴുതിയത്. സമുദായത്തെ സംഘപരിവാർ പാളയത്തിൽ എത്തിക്കുന്ന നികൃഷ്ട നീക്കമാണ് കാന്തപുരത്തിന്റെ നേതൃത്വത്തിൽ താമരസുന്നികൾ ചെയ്യുന്നതെന്നും ലീഗ് നിലപാട് വ്യക്തമാക്കുന്നു. സംഘപരിവാറിന് വേണ്ടി പ്രവർത്തിക്കുന്ന മുസ്ലിം പണ്ഡിതൻ എന്നാണ് ലീഗ് ജനറൽ സെക്രട്ടറി KPM മജീദ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാരെ ഇന്ന് വിശേഷിപ്പിച്ചത്. ഒരു മുസ്ലിം പണ്ഡിതൻ ഇത്രയേറെ തരം താഴുന്നത് ആദ്യമെന്നാണ് ലീഗ് ജനറൽ സെക്രട്ടറിയുടെ ലേഖനത്തിൽ പറയുന്നത്. ലീഗ് മുഖപത്രത്തിലെ ലേഖനത്തിൽ കാന്തപുരത്തിനെതിരെ കഠിന വിമർശനങ്ങളാണ് ഉടനീളം ഉയർത്തുന്നത്. വ്യക്തിപരമായ വലിയ നേട്ടങ്ങൾക്കും സംഘടനാപരമായ ചെറിയ നേട്ടങ്ങൾക്കും വേണ്ടി മഞ്ചേശ്വരത്ത് BJP സ്ഥാനാർത്ഥിക്ക് കാന്തപുരം വോട്ടുമറിച്ചു എന്ന് KPM മജീദ് ഇന്നെഴുതുന്നു. തുടർന്ന് അങ്ങോട്ടുള്ള വിമർശനങ്ങൾ ഇങ്ങനെ: ഓരോ തെരഞ്ഞെടുപ്പിലും ആർക്കാണ് തങ്ങളുടെ വോട്ടെന്ന് പറയാതെ കാന്തപുരം ജയിച്ചവനെ പിന്തുണച്ച് പിന്നീട് പറയും. ലീഗിനോട് പോലും ഇത്തരത്തിൽ പെരുമാറിയിട്ടുണ്ട്. കേരളത്തിലെ മുസ്ലിം ജനവിഭാഗങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കി വിഭാഗീയത സൃഷ്ടിച്ച് ഒരു കൂട്ടം ആൾക്കാരെ സംഘപരിവാർ ആലയത്തിലേക്ക് കൊണ്ടുപോകുന്ന കാന്തപുരത്തിന്റെ നികൃഷ്ട നീക്കങ്ങൾ എന്നും KPM മജീദ് ലേഖനത്തിൽ വിമർശിക്കുന്നു. കാന്തപുരവും താമരസുന്നികളും ഇതൊക്കെ മനസ്സിലാക്കുന്നത് നന്നാകും എന്ന വാക്കോടുകൂടിയാണ് ലേഖനം KPM മജീദ് അവസാനിപ്പിക്കുന്നത്. ഞങ്ങൾ ഞങ്ങളുടെ നേതാക്കന്മാരെയും പ്രമുഖരെയും അനുസരിക്കുകയും അങ്ങനെ അവർ ഞങ്ങളെ വഴിതെറ്റിക്കുകയുമാണുണ്ടായത് എന്ന ഖുർആന്റെ വചനം കൂടി ലേഖനത്തിനു മുകളിൽ ചന്ദ്രിക നിരത്തുന്നു എന്നതും ശ്രദ്ധേയം. ന്യൂസ് ഡെസ്ക്, പീപ്പിൾ TV ന്യൂസ്. 5 രാജ്യങ്ങളിൽ സന്ദർശനം നടത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്വിറ്റ്സർലൻഡിൽ എത്തും. സ്വിറ്റ്സർലൻഡ് സന്ദർശനത്തിനിടയിൽ കള്ളപ്പണ വിഷയം വിശദമായി ചർച്ച ചെയ്യുമെന്നാണ് സൂചന. കള്ളപ്പണ വിഷയത്തിൽ സ്വിസ് അധികാരികളുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ടെന്നാണ് സർക്കാർ അവകാശവാദം.
ശനിയാഴ്ചത്തെ അഫ്ഗാൻ സന്ദർശനത്തിന് ശേഷമാണ് നരേന്ദ്രമോദി ഇന്ന് സ്വിറ്റ്സർലൻഡിലെത്തുന്നത്. കള്ളപ്പണ വിഷയം സ്വിറ്റ്സർലൻഡ് സന്ദർശനത്തിനിടയിൽ വിശദമായി ചർച്ചയാകുമെന്നാണ് സൂചന. വിദേശ ബാങ്കുകളിൽ കള്ളപ്പണ നിക്ഷേപമുള്ള 1600 ഇന്ത്യക്കാരുടെ പേര് വിവരങ്ങൾ പുറത്തുവന്നിരുന്നു. കള്ളപ്പണ നിക്ഷേപകരായ ഇന്ത്യക്കാരെ കണ്ടെത്താൻ കേന്ദ്ര സർക്കാർ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന് കാര്യമായി പുരോഗതി കൈവരിക്കാനായിട്ടില്ല. കള്ളപ്പണം തിരിച്ചുകൊണ്ടുവരുമെന്ന പ്രധാനമന്ത്രിയുടെ വാഗ്ദാനം ഇതുവരെ പാലിക്കാത്തതിലുള്ള കടുത്ത വിമർശനത്തിനിടയിൽ കൂടിയാണ് കൂടിക്കാഴ്ച. കള്ളപ്പണ വിഷയത്തിൽ സ്വിസ് അധികാരികളുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ടെന്നാണ് വിദേശകാര്യ സെക്രട്ടറി എസ് ജയശങ്കർ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത്. ഇരട്ട നികുതി ഒഴിവാക്കൽ കരാർ പ്രകാരം ചർച്ച പുരോഗമിക്കുന്നതിനിടയിലാണ് ഇന്ന് മോദി സ്വിറ്റ്സർലൻഡിലെത്തുന്നത്. NSG അംഗത്വത്തിനായി സ്വിറ്റ്സർലൻഡിന്റെ പിന്തുണയും ഇന്ത്യ തേടും. തുടർന്ന് തിങ്കളാഴ്ച പ്രധാനമന്ത്രി വാഷിംഗ്ടണിലേക്ക് തിരിക്കും. ന്യൂസ് ബ്യൂറോ, ദില്ലി. ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി എൻട്രി വിത്ത് ലവ് പദ്ധതിക്ക് തുടക്കം കുറിച്ചു. ഇടുക്കി കുമാരമംഗലം വില്ലേജ് ഇന്റർനാഷണൽ സ്കൂളിൽ നടന്ന ചടങ്ങിൽ പത്മശ്രീ ഭരത് മമ്മൂട്ടി പദ്ധതി ഉദ്ഘാടനം ചെയ്തു. I pledge to protect our precious trees that support all forms of lives by purifying the air we breathe, by providing fruits to eat, by beautifying our surroundings with blossoms and fragrance. ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായാണ് പത്മശ്രീ ഭരത് മമ്മൂട്ടി ഭൂമിയുടെ നന്മയ്ക്കായി പ്രതിജ്ഞാവാചകം കുരുന്നുകൾക്ക് ചൊല്ലിക്കൊടുത്തത്. ഇടുക്കി കുമാരമംഗലം വില്ലേജ് ഇന്റർനാഷണൽ സ്കൂളിൽ നടന്ന പരിപാടി പുതുതലമുറയ്ക്ക് പരിസ്ഥിതി സ്നേഹത്തിലേക്കുള്ള വഴികാട്ടിയായി. പേപ്പറിൽ തീർത്ത പേനയിൽ നിന്നും കുട്ടികളെ പരിസ്ഥിതിയുടെ നിലനിൽപ്പിനായും നന്മയുടെ നാളേക്കായും കൈപിടിച്ചുയർത്തുന്ന എൻട്രി പദ്ധതിയും വിത്ത് ലവ് എന്ന പേരിൽ മരങ്ങൾ നട്ടുവളർത്താനുള്ള പദ്ധതിക്കും മഹാനടൻ മമ്മൂട്ടി കുരുന്നുകളെ സാക്ഷിയാക്കി തുടക്കം കുറിച്ചു. കുഞ്ഞു കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നമ്മളെല്ലാവരും ഈ ആഘോഷ ദിവസങ്ങളിൽ മരം നടും. ആരോ പറഞ്ഞതുപോലെ എല്ലാ വർഷവും എന്നെ മരം നടാൻ വിളിക്കും. അതേ സ്ഥലത്ത് തന്നെ ഞാൻ ഓരോ മരം നടും. നിങ്ങൾക്കത് മനസ്സിലായിട്ടില്ല, ഒന്നുകൂടെ ഞാൻ വിശദീകരിക്കാം. ഈ കഴിഞ്ഞ കൊല്ലം ഞാൻ നട്ടത് അതേ സ്ഥലത്ത് തന്നെയാണ് ഞാൻ ഇക്കൊല്ലം വീണ്ടും മരം നടുന്നത്. കഴിഞ്ഞ കൊല്ലം നട്ട മരം അന്നത്തോട് പോയി. ഇക്കൊല്ലം അതേ സ്ഥലത്ത് വീണ്ടും അടുത്ത കൊല്ലവും അതേ സ്ഥലത്ത് മരം നടുന്ന അവസ്ഥയുണ്ടാവരുത്. ഒരു സ്ഥലത്ത് ഒരു മരമേ നടാവൂ. ആ മരത്തിനെ സംരക്ഷിക്കുകയും വളർത്തി വലുതാക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്വം കൂടെ നമുക്കുണ്ട്. ഉപയോഗിച്ച ശേഷം വലിച്ചെറിയപ്പെടുന്ന പേപ്പർ പേനയുടെ അറ്റത്ത് പൊതിഞ്ഞുവെക്കുന്ന അഗസ്ത്യമര വിത്ത് ഭൂമിയിൽ വളർന്ന് വരും തലമുറയ്ക്ക് ഭൂമിയുടെ പച്ചപ്പ് കാണിച്ചു നൽകും എന്നതാണ് വിത്ത് ലവിലൂടെ സംഘാടക ലക്ഷ്മി എൻ മേനോൻ കാട്ടിത്തരുന്നത്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. മലബാർ ഡെവലപ്പേഴ്സും ജൈവ കാർഷിക സംരംഭമായ ഗ്രീൻ തമ്പും സംയുക്തമായി പരിസ്ഥിതി ദിനാചരണവും വൃക്ഷത്തൈ വിതരണവും നടത്തി. മലബാർ ഡെവലപ്പേഴ്സിന്റെ പാർപ്പിട സമുച്ചയമായ സിൽവർ ലിന്റനിൽ വൃക്ഷത്തൈ നട്ടുകൊണ്ട് മുൻ സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി MK മുനീർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് മലബാർ ഡെവലപ്പേഴ്സിന്റെ മുഴുവൻ പാർപ്പിട സമുച്ചയങ്ങളിലും ആയിരക്കണക്കിന് വൃക്ഷത്തൈകൾ വച്ചുപിടിപ്പിച്ചു. മലബാർ ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ AK നിഷാദ്, O അഷർ, സിയാദ് EA, ഷെറീന അൻവർ തുടങ്ങിയവർ പങ്കെടുത്തു. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ മുഴുവൻ ഷോറൂമുകളിലും ഉപഭോക്താക്കൾക്ക് ജൈവ പച്ചക്കറി വിത്തുകളും ഗ്രോ ബാഗുകളും വിതരണം ചെയ്തു. പരിസ്ഥിതി ദിനത്തിൽ ജൈവ വൈവിധ്യ ഉദ്യാന സംരംഭവുമായി EMS അക്കാദമി. 2.5 ഏക്കർ സ്ഥലത്ത് 5000-ഓളം സസ്യ ഔഷധ വൃക്ഷ തൈകളാണ് നട്ടുവളർത്തുക. ഇലഞ്ഞിത്തൈ നട്ടുകൊണ്ടാണ് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഉദ്യാനത്തിന് തുടക്കം കുറിച്ചത്. ജൈവ കൃഷിക്ക് വലിയ പ്രാധാന്യം നൽകുന്ന തിരുവനന്തപുരം EMS അക്കാദമി നഷ്ടപ്പെട്ട പ്രകൃതി സമ്പത്ത് പുനഃസ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ സംരംഭം ആരംഭിച്ചിരിക്കുന്നത്. ജൈവ വൈവിധ്യ ഉദ്യാനത്തിനാണ് ഇവിടെ പരിസ്ഥിതി ദിനത്തിൽ തുടക്കമായിരിക്കുന്നത്. EMS അക്കാദമിയിലെ 2.5 ഏക്കർ സ്ഥലത്താണ് ഉദ്യാനം തയ്യാറാകുന്നത്. ഇലഞ്ഞിത്തൈ നട്ടുകൊണ്ട് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഇതിന് തുടക്കം കുറിച്ചു. 1000-ൽ പരം സസ്യ ഔഷധ വൃക്ഷങ്ങളാണ് ഇവിടെ നട്ടുവളർത്തുക. തിരുവനന്തപുരത്തെ ജൈവ വൈവിധ്യ പാർക്കായി ഇത് വികസിപ്പിക്കുമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ഇവിടെ 1000-ൽ പരം വിവിധ തരത്തിലുള്ള മരങ്ങൾ വെച്ചുപിടിപ്പിക്കുന്നൊരു പദ്ധതിയാണ്. നമ്മുടെ ഈ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഏറ്റവും നല്ല ഒരു ജൈവ വൈവിധ്യ പാർക്ക് എന്നുള്ള നിലയിൽ ഇത് ഭാവിയിൽ വികസിക്കും.
അത്യപൂർവയിനം വൃക്ഷങ്ങൾ, ഔഷധ സസ്യങ്ങൾ എന്നിവ കൊണ്ട് കുട്ടികൾക്കായി നക്ഷത്രവനവും ഇവിടെ തയ്യാറാകും. ജൈവവൈവിധ്യ ഉദ്യാനത്തിന്റെ സംരക്ഷണമായി ഇതിന് സമീപത്തെ കുളവും മാറും. കുളത്തിൽ മത്സ്യകൃഷിയും ഉടൻ ആരംഭിക്കും. ഇത്തരം സംരംഭങ്ങളിലൂടെ അരുവികൾ, കുളം, കാവുകൾ എന്നിവ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രകൃതി സംരക്ഷണത്തിനാണ് CPIM ലക്ഷ്യം വെക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.